സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അപൂർവമായി മാത്രം പ്രതികരിക്കാറുള്ള വ്യക്തിയാണ് നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ. എന്നാൽ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ അമിത ബലപ്രയോഗത്തിലും അതിക്രമങ്ങളിലും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിസ്മയ. സ്വന്തം ശബ്ദമുയർത്തുന്ന പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വിസ്മയ ഉന്നയിച്ച ചോദ്യം. എന്നാൽ ഈ നിലപാടിന് പിന്നാലെ വിസ്മയയ്ക്കും മോഹൻലാലിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത്. CJP പ്രതിഷേധകർക്കും വിദ്യാർത്ഥികൾക്കും നേരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രമങ്ങളെ വിമർശിച്ച് വിസ്മയെ കുറിച്ച വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രതിഷേധിക്കുന്നവരോടോ അവരുടെ രാഷ്ട്രീയത്തോടോ നിങ്ങൾ യോജിക്കണമെന്നില്ല. എന്നാൽ പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് സംവാദത്തിന് പകരം സർക്കാർ ബലപ്രയോഗമാണ് മറുപടി നൽകുന്നതെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഇന്ന് മറ്റുള്ളവരാണെങ്കിൽ നാളെ കേൾക്കപ്പെടാൻ ശ്രമിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ആകാം. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ ഉറച്ച നിലപാട് വ്യക്തമാക്കിയ വിസ്മയുടെ ഈ വാക്കുകൾ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. എന്നാൽ ഈ സ്റ്റോറി പങ്കുവച്ചതിന് പിന്നാലെ പ്രധാനമായും ഫേസ്ബുക്കിലൂടെയാണ് വിസ്മയക്കെതിരെ കടുത്ത അധിക്ഷേപങ്ങളും അസഭ്യവർഷങ്ങളും ഉയരുന്നത്. ലാലേട്ടന്റെ വില കളഞ്ഞു, പെട്ടെന്നൊരു പൗരബോധം വന്നതാണോ, രാജ്യദ്രോഹികളെ പിന്തുണയ്ക്കുന്നു എന്നിങ്ങനെ വിദ്വേഷം നിറയ്ക്കുന്ന കമന്റുകളാണ് ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത്. എന്നാൽ രസകരമായ വസ്തുത എന്തെന്നാൽ ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം മോശം കമന്റുകൾ വിസ്മയക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. അതേസമയം ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, റീമ കലിങ്ങൽ, പ്രാചി തെഹ്ലാൻ, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയ ചലച്ചിത്ര പ്രവർത്തകരും സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയും ഫേസ്ബുക്കിൽ വലിയ രീതിയിലുള്ള സൈബർ വേട്ടയാടൽ നടക്കുന്നുമുണ്ട്. സ്വന്തം അഭിപ്രായം തുറന്നു പറയാനുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ഏതൊരു പൗരനുമുണ്ട്. ഒരു വ്യക്തിയുടെ അഭിപ്രായത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വ്യക്തിപരമായ അധിക്ഷേപവും സൈബർ ആക്രമണവും നടക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്.